തന്നെ ഇപ്പം നമ്മൾ ഒരു ഫസ്റ്റ് ലോഞ്ച് വരുന്നത് 2023 ഓഗസ്റ്റിൽ. നമ്മൾ ഏകദേശം ഫസ്റ്റ് ഡേ സോൾഡ് ആയത് 603 യൂണിറ്റ്. ഈ ലൊക്കേഷനിൽ ഈ 3000 ഏക്കറിൽ വരുന്ന കമ്പനീസിലെ എംപ്ലോയീസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആകെ ഉള്ളത് 20,000 അപ്പാർട്ട്മെന്റ്സ്. എയർപോർട്ടിനടുത്ത് ഒരു നല്ലൊരു ഡെവലപ്മെന്റ് സോണാണ്. ഇത് ഏതാ ഏരിയ ശരിക്കും? ഇത് ആക്ച്വലി പറയുമ്പോൾ KIDB, അതായത് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒരു 3000 ഏക്കേഴ്സിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നതാണ്. ബേസിക്കലി ഈ ലൊക്കേഷൻ ഗുമ്മനഹള്ളി എന്നാണ് അറിയുന്നത്, എന്നാലും എയ്റോസ്പേസ് പാർക്ക് എന്ന് പറയും. അപ്പോൾ എയ്റോസ്പേസ് പാർക്കിലെ 3000 ഏക്കേഴ്സിലെ ഒരു കൊമേഴ്ഷ്യൽ ഡെവലപ്മെന്റ് ഏരിയയിൽ ഒരു 250 ഏക്കേഴ്സ് അവർ വന്നിട്ട് നമ്മുടെ റെസിഡൻഷ്യൽസിന് വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ്. ആ 250 ഏക്കേഴ്സിലാണ് നമ്മുടെ പ്രൊജക്ട് ഡെവലപ്മെന്റ്. അപ്പം ഇത് നമ്മൾ മാത്രമല്ല, മറ്റ് ബ്രാൻഡ്സും ഈ 250 ഏക്കേഴ്സിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും ഇനിയും ലാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇവര് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിൽ നമ്മൾ ഈ ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈം വരെ, അതായത് കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ OC കിട്ടുന്ന വരെ ഗവൺമെന്റ് ലാൻഡ് നമുക്ക് തരില്ല. അത് നമ്മൾ ഓൺ ലീസിലായിരിക്കും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെവലപ്മെന്റ്സ് ബൈ 2030 കമ്പൽസറി ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു നോംസിലാണ് ഈ ഏരിയയിൽ നമുക്ക് ലാൻഡ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോർകാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഫേസ് 2027 സെപ്റ്റംബറിലും സെക്കൻഡ് ഫേസ് വന്നിട്ട് 2028 സെപ്റ്റംബറിലും ഹാൻഡ് ഓവർ ചെയ്യാനാണ്. അതെ. ഇനി ബിൽഡേഴ്സിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് നല്ല A ക്ലാസ് ബിൽഡേഴ്സ് എല്ലാം ഈ ലൊക്കേഷനിൽ ഓൾറെഡി അക്വയർ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രൊജക്ട്സും സോൾഡ് ഓഫ് ആണ്. അതെ, ഒരു ഡിമാൻഡ് ഉണ്ട്, നല്ല ഡിമാൻഡ് ഉണ്ട്. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എസ്പെഷ്യലി 1 and 3 BHKസിന് വളരെ വലിയ ഡിമാൻഡാണ്. നമുക്കൊരു 1 month 2 monthസിലൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണ്. ഇതിപ്പോ ബാംഗ്ലൂര് അത്രയധികം ഡീപ്പായിട്ട് അറിയില്ലാത്ത ഒരാൾക്കാർക്ക് എയർപോർട്ടിന്റെ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസും എത്രയാണ് സാർ? ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പീക്ക് ടൈമിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 30 minutes അത്രേ എയർപോർട്ടിൽ നിന്നുള്ളൂ. ഏകദേശം ഒരു 8 കിലോമീറ്റർ ആണ് നമുക്ക് എയർപോർട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അതെ. പിന്നെ ആക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ ഇതൊരു അണ്ടർ ഡെവലപ്മെന്റ് ഏരിയ ആണ്. ഈ KIDB തന്നെയാണ് പണ്ട് നമ്മുടെ നമ്മുടെ ഇലക്ട്രോണിക് സിറ്റിയും പിന്നെ വൈറ്റ് ഫീൽഡ് ഏരിയ ഒക്കെ ഡെവലപ്പ് ചെയ്ത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂസ് എല്ലാം അവർ റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് ഈ ഏരിയയിൽ ഡെവലപ്മെന്റ് കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡ്സ് ആയിരിക്കും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഓൾറെഡി പ്ലാൻഡ് ആണ്. എക്സ്പ്രസ് ഹൈവേ, പിന്നെ നമുക്കിപ്പോൾ ഈ 2 kilometer റേഡിയസിൽ ഒരു മെട്രോ സ്റ്റേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മോണോ റെയിലോ 2030 വരും. ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ സൈറ്റിൽ നിന്ന് ഏകദേശം ഒരു 1.5 kilometers ബാക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബസ് ടെർമിനൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻറ്റയർ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് കണക്ടിവിറ്റി ഉണ്ട്. പക്ഷേ മോർ ദാൻ ദാറ്റ് ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുംബൈ, നവി മുംബൈ ഒക്കെ ആയ പോലെ ഇത് ഗ്രേറ്റർ ബാംഗ്ലൂർ എന്നുള്ള പേരിൽ നോർത്ത് ബാംഗ്ലൂരിനെ ഇവർ കൊണ്ടുവരാനാണ്. അപ്പം ഇത് ഇവിടെ നിന്ന് ഉള്ള ടുവേർഡ്സ് സിറ്റി എന്ന് പറയുന്ന ആ ഒരു പോർഷൻസിന്റെ എങ്ങനെ കണക്ടിവിറ്റി? സാർ, നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ബംഗ്ലൂർ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ. നമുക്ക് ബംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ഏരിയാസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഒന്ന് വന്നിട്ട് നമുക്ക് ബുദ്ധിഗര എന്ന് പറയുന്ന ഏരിയയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും സിറ്റീസിലേക്ക് പോകും. പിന്നെ യൽഹങ്കയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രം പ്രൊജക്ടിന്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എയർപോർട്ട് വരും. ഇവിടെ IT ഏരിയ അല്ലേ പറഞ്ഞത്? പ്യൂർലി കോർപ്പറേറ്റ് IT ആയിരിക്കും കൂടുതൽ ബേസ് ചെയ്ത് ചെയ്യുന്നത്. നമുക്ക് ഈ 3000 ഏക്കേഴ്സിൽ വരുന്ന കമ്പനീസ് എന്ന് പറയുമ്പോൾ R&D റിസർച്ച് ആണ് മെയിൻലി അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ഓപ്പറേഷനിലായിട്ട് നമുക്ക് വരുന്നത് ബോയിങ് ഓപ്പറേഷനിലാണ്, സാപ്പ് ലാബ്സ്, ഓട്ടോലിവ്, പിന്നെ എയർബസ്. അപ്പോൾ അങ്ങനത്തെ വലിയ ബ്രാൻഡുകൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന IT സെക്ടേഴ്സിൽ വരുമ്പോൾ ഇപ്പോൾ മാനുഫാക്ചറിങ് കമ്പനി, നമ്മുടെ ആപ്പിളിന്റെ മാനുഫാക്ചറിങ് ഫോക്സ്കോൺ, അവർ ഓപ്പറേഷനിലാവുന്നുണ്ട്. ഇവരെല്ലാം വരുന്നത് തന്നെ 50 to 100 ഏക്കേഴ്സിന്റെ ക്യാമ്പസിലാണ്. അപ്പോൾ ഏകദേശം ഒരു 20,000-30,000 എംപ്ലോയ്മെന്റ് അവരുടെ ഓരോ ക്യാമ്പസുകളിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷനിൽ നമ്മുടെ ആസ് പെർ ഗവൺമെന്റ് സർവേയിൽ 4 ലക്ഷത്തിന് മേളിൽ നമുക്ക് എംപ്ലോയ്മെന്റിന്റെ ഒരു റിക്വയർമെന്റ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആകെ കിട്ടുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 3000 ഏക്കേഴ്സിൽ ഇനി ബിഗ് ഫൈസ് കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഡിലൈറ്റ്, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, അവരെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ IT വലിയൊരു ഹബ്ബായിരിക്കും. IT ഇപ്പോൾ കറന്റ് മാന്യത ടെക് പാർക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബാംഗ്ലൂരിലെ ഹബ്ബ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 300 ഏക്കേഴ്സിന് അടുത്തെന്താണ് വരുന്നത്. ഇത് വരുമ്പോൾ 3000 ഏക്കേഴ്സ് ആണ്. അപ്പോൾ അത്രയും വലിയ ഡെവലപ്മെന്റ് ആണ് ഈ ഏരിയയിൽ വരുന്നത്. പിന്നെ ഇനി മേജർ ഒരു അഡ്വാൻറ്റേജ് എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് ബൂമിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ എന്തുകൊണ്ട് പ്രൊജക്ട്സ് എല്ലാം സോൾഡ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൊക്കേഷനിൽ ഈ 3000 ഏക്കറിൽ വരുന്ന കമ്പനീസിലെ എംപ്ലോയീസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആകെ ഉള്ളത് 20,000 അപ്പാർട്ട്മെന്റ്സ്. ഇവിടെ എല്ലാ ഡെവലപ്മെന്റും കൂട്ടിക്കഴിഞ്ഞാൽ
സർവേ അനുസരിച്ച്. അപ്പോൾ ഒരു 4 ലക്ഷം ആൾക്കാരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ബെയർ മിനിമം നമുക്കൊരു 2 ലക്ഷമെങ്കിലും അപ്പാർട്ട്മെന്റ്സിന്റെ റിക്വയർമെന്റ് വരും. പക്ഷെ ആകെ ഉള്ളത് 20,000 അത്രയാണ് അലോട്ട് ചെയ്തിരിക്കുന്ന ലാൻഡ്. അപ്പൊ അത് ലിമിറ്റഡ് ഇൻവെന്ററി ആണ്. അതെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഏർലി എടുക്കുന്നവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റും ഉണ്ട്. ഡെവലപ്മെന്റ് ഫോർ ഷുവർ ആണ് ഈ പറഞ്ഞ സാർ. ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു ഫസ്റ്റ് ലോഞ്ച് വരുന്നത് 2023 ഓഗസ്റ്റിൽ. നമ്മൾ ഏകദേശം ഫസ്റ്റ് ഡേ സോൾഡ് ആയത് 603 യൂണിറ്റ്. അതെ, അത്രയും പുഷ്, നമ്മൾ അത്രയും ഡിമാൻഡ് ഉണ്ട് ഈ ഏരിയയിൽ. നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ മിനിമം ഒരു ബെയർ മിനിമം ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു 18% പെർ ഇയർ അപ്രീസിയേഷൻ ഉണ്ട്. സോ ഏർലി ഇൻവെസ്റ്റേഴ്സിന് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്, അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. 100%. ഇനിയിപ്പോൾ ഇങ്ങനൊരു സോണിലായതുകൊണ്ട് ഇവിടെ വരുന്ന റെസിഡൻഷ്യൽ പ്രോജക്ട്സിന് ഈ പറഞ്ഞ പോലെ അമ്യൂണിറ്റീസ് ഒക്കെ എഫക്റ്റ് ആവുന്നുണ്ടോ, അതോ അതിന് ലോഡഡ് ആണോ ഈ പറഞ്ഞ പ്രോജക്ട്സ്? സർ, ആക്ച്വലി സ്പീക്കിംഗ് ഇപ്പോൾ നമ്മുടെ എക്കോപൊളിറ്റൻ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി കുറച്ച് എ ക്ലാസ് ബിൽഡേഴ്സ് ഇതിന് മുമ്പ് സെറ്റിൽഡ് ആയിരുന്നു. അവിടെ വന്നിരുന്ന കുറച്ച് പോരായ്മകളൊക്കെ നമ്മൾ നോക്കി അതിനനുസരിച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഗ്രീൻ സ്പേസ് ഉള്ള ഒരു പ്രൊജക്റ്റ് വേറെ ഉണ്ടാവില്ല. നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് 1.5 ഏക്കേഴ്സിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിൽ നമ്മൾ ഏകദേശം 1300ഓളം ട്രീസ് വരുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിലും ബേർഡ്സിനെ നെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ട്രീസ് ചൂസ് ചെയ്താണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. IT കോർപ്പറേറ്റ് സോണിന്റെ ഇടയിൽ. അതെ അതെ. അപ്പോൾ അത് ഫുൾ ഗ്രീൻ സ്പേസ് ആയിരിക്കും, നമ്മൾ അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്യും. പ്ലസ് അതൊരു പ്രോപ്പർ തിക്ക് ഫോറസ്റ്റ് ആയിരിക്കും. സോ ഇതിനിപ്പോൾ ഈ പ്രോജക്റ്റ് നമ്മൾ പറയുമ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഞാൻ കേട്ടു phase 1 phase 2 ഉണ്ട്. phase 1 സോൾഡ് ഔട്ട് ആണ്. എത്ര യൂണിറ്റ്സ് ആയിരുന്നു phase 1? phase 1 ഏകദേശം 900 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡേ 1 603 യൂണിറ്റ് സോൾഡ് ആയി. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന phase 2-ന്റെ EOI സ്റ്റേജിലാണ്. EOI എന്താണ് ആക്ച്വലി? ഒരു EOI എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യാണ്. ഇത് ബേസിക്കലി വരുന്നത് നമ്മൾ കസ്റ്റമേഴ്സിനെ ഫിൽട്ടർ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മുടെ ലോഞ്ച് എവിടെയെങ്കിലും ഒരു നല്ലൊരു ഹോട്ടലിലായിരിക്കും നടക്കുന്നത്, ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണെന്ന് വിചാരിക്കുക. നമ്മൾ ഓപ്പൺ ടു എവരിബഡി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒരുപാട് വരും ഇൻ ഹൗസിലേക്ക്. അപ്പോൾ നമ്മുടെ ആക്ച്വൽ കസ്റ്റമേഴ്സിന് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും. പിന്നെ ലോഞ്ചിന് സ്മൂത്ത് ആയിട്ട് പോകുമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 lakh തരുന്ന ഒരാൾ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഫിൽട്ടർ ചെയ്ത ആൾക്കാരെ മാത്രമാണ് നമ്മൾ ലോഞ്ചിന് ഇൻവൈറ്റ് ചെയ്യുന്നത്. പിന്നെ വെരി ബെസ്റ്റ് പ്രൈസ്, നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് തരുന്ന കസ്റ്റമറിന് ഡേ ഓഫ് ലോഞ്ചിൽ ഈ പ്രൊജക്റ്റിന്റെ ഏറ്റവും കുറഞ്ഞ ബെസ്റ്റ് റേറ്റിൽ അവർക്ക് വേണ്ടി മാത്രം. അവർക്ക് വേണ്ടി മാത്രം. വെരി നെക്സ്റ്റ് ഡേ നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. സോ ബേസിക്കലി ഇൻട്രസ്റ്റ് ഉണ്ടോ ഇങ്ങനത്തെ പ്രോജക്റ്റ് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിലൊരു ഫിൽട്രേഷൻ ആണ് ഈ ചെയ്യാൻ വിത്ത് എ ഗ്രേറ്റ് പ്രൈസ് ഓഫർ. നമ്മൾ ലോഞ്ചിന് അതായത് EOI തരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പ്രൈസ് ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ഓൺ ദ ഡേ ഓഫ് ലോഞ്ച് അപ്പോൾ നല്ലൊരു പ്രൈസിന് നമ്മൾ കാണിക്കും. അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ നമ്മളൊരു 300-200 രൂപ പെർ സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് അപ്രീസിയേഷൻ കാണാം. ബേസിക്കലി ഈ ഇനീഷ്യേഷനിൽ തന്നെ അവർക്ക് അപ്രീസിയേഷൻ കിട്ടും. പെർഫെക്റ്റ്. ഇനി ഈ പ്രോജക്റ്റിൽ phase 1-ന്റെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലസ് അമ്യൂണിറ്റീസും നമുക്ക് മൊത്തം വരുന്നത് 10 ഏക്കർ ലാൻഡാണ്. ആ 10 ഏക്കർ ലാൻഡിൽ നമ്മൾ ഏകദേശം phase 1-ൽ 7 ടവേഴ്സ് വരും. phase 2-ൽ 2 ടവേഴ്സ് വരും. അങ്ങനെ മൊത്തം 9 ടവേഴ്സാണ് ഓൾ ടുഗദർ വരുന്നത്. ഈ phase 1-ൽ 7 ടവേഴ്സിൽ 1-ഉം 2-ഉം 3 BHKs വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി സോൾഡ് ആണ്. ഇനി phase 2-ൽ വരുമ്പോൾ നമ്മൾ 1 and 3 മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. അതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് 1 and 3 BHK-ക്കാണ്. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ താമസിക്കുന്ന ഇവിടെ തന്നെ ഒരു പ്രൊജക്റ്റിലാണ്, ഒരു A ക്ലാസ് ബിൽഡേഴ്സിൻ്റെ പ്രൊജക്റ്റിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു റെൻ്റൽ ആസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 BHK-ക്ക് ഇപ്പോൾ സാറിന് അറിയാം ഈ ലൊക്കേഷൻ അണ്ടർ ഡെവലപ്ഡ് ആണ്, ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. ഒന്നും തന്നെ ഈ ഏരിയയിലില്ല. ഇപ്പോൾ കറണ്ട് റെൻ്റൽ വരുമ്പോൾ 3 BHK-ക്ക് ബെയർ മിനിമം ഒരു 35 to 45 റേഞ്ചിലാണ് വരുന്നത് അക്കോർഡിംഗ് ടു സാറിന് ഫർണിഷിംഗ് പോലെ. 2 BHK ആണെന്നുണ്ടെങ്കിൽ ഒരു 20,000 to 30,000 രൂപയിലും 1 BHK ഒരു 20,000 to 25,000 രൂപ. അതാണ് ഒരു ഡെവലപ്മെന്റ് ഇല്ലാഞ്ഞിട്ട് കൂടി ഈ ഏരിയയിലെ റെന്റലിൽ പോയിരുന്നത്. അപ്പോൾ ഒരു ഡൗൺ ദ ലൈൻ 100% ഗ്യാരണ്ടീഡ് ആണ്. 2030-നകത്ത് KADBയുടെ റൂൾ പ്രകാരം എല്ലാ കമ്പനീസും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കണം, പ്രൊജക്ട്സ് കംപ്ലീറ്റ് ആയിരിക്കണം, ഇത് ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ലൊരു റിട്ടേൺസ് ഗ്യാരണ്ടീഡ് ആണ്. അപ്പം ഇതിൽ നമുക്ക് 1 and 3 ആണുള്ളത്. 1 എന്ത് സ്ക്വയർ ഫീറ്റ്? സർ 1 ഒരു ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 520 to 600 സ്ക്വയർ ഫീറ്റിന് ഇടയിലാണ് വരുന്നത്. നമ്മൾ കോണ്ടോസ് രീതിയിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് വരുന്നത് 3 BHK നമുക്ക് 2 സ്പെസിഫിക്കേഷനിൽ വരും. ഒന്ന് വരുമ്പോൾ 3 BHK ഒരു 1500 സ്ക്വയർ ഫീറ്റ് റേഞ്ചിൽ വരും. പിന്നെ 1900 സ്ക്വയർ ഫീറ്റിൽ 3.5 BHK അവർക്കൊരു സെപ്പറേറ്റ് മെയ്ഡ്സ് റൂം കൂടെ വരുന്നുണ്ട്. അതാണ് നമ്മുടെ പ്ലാൻ വരുന്നത്.
ആൻഡ് ഇതിന്റെ അമ്യൂണിറ്റീസ് നമ്മുടെ ഇൻക്ലൂഡിംഗ് ഫേസ് 1-ലുള്ളതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മളൊരു ഒറ്റ കംപ്ലീറ്റ് സിംഗിൾ പ്രൊജക്ട് ആയിരിക്കും, നമ്മളൊരു ഒറ്റ കമ്മ്യൂണിറ്റി ആയിരിക്കും. അമ്യൂണിറ്റീസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 18,000 സ്ക്വയർ ഫീറ്റിന്റെ ക്ലബ് ഹൗസ് ഉണ്ട്. അത് വരുമ്പോൾ G+5 ആണ് സ്ട്രക്ചർ വരുന്നത്. നമ്മുടെ ഇൻഡോർ ഗെയിംസ് ഒക്കെ, അതായത് ബാഡ്മിന്റൺ, പൂൾ ടേബിൾ ഏരിയ, പിന്നെ നമ്മുടെ ടേബിൾ ടെന്നീസ്, അതെല്ലാം നമുക്ക് ഈ പറയുന്ന ക്ലബ് ഹൗസിൽ വരും. പിന്നെ ജിമ്മ്, ഹെൽത്ത് സെന്റേഴ്സ് തന്നെ വേണ്ടി പറയേണ്ടി വരും. ജിം ഉണ്ടാവും, എയറോബിക് സെന്റർ ഉണ്ടാവും, യോഗ ഡെക്ക് ഉണ്ടാവും, സോനയുടെ ഏരിയ ഉണ്ടാവും, അങ്ങനെ എല്ലാം അതിനകത്ത് തന്നെ വരും. പിന്നെ നമുക്ക് ഓൺ ടോപ്പ് ഓഫ് 6th ഫ്ലോർ, നമുക്ക് 6th ഫ്ലോറിലാണ് ശരിക്കും നമ്മുടെ പോഡിയം വരുന്നത്. ആ പോഡിയത്തിലാണ് നമുക്ക് സ്പോർട്സ് അറീന വരുന്നത്. അതായത് ഒരു ഫുട്ബോൾ ടർഫ് ഉണ്ടാവും, പിന്നെ നമുക്കൊരു മൾട്ടിപർപ്പസ് കോർട്ട്, അതായത് നമുക്ക് ടെന്നീസ്, ബാസ്കറ്റ്ബോൾ, പിന്നെ വോളിബോൾ കളിക്കാൻ പറ്റും. പിന്നെ 2 ക്രിക്കറ്റ് നെറ്റ്സ്, പിന്നെ സ്കേറ്റിംഗ് ഏരിയ, പിന്നെ ഇൻഫോർമൽ സിറ്റിംഗ് ഏരിയസ് ഉണ്ടാവും, നമുക്ക് കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഏരിയ. ഇത് 6th ഫ്ലോറിലാണ് വരുന്നത്. അതിന് താഴെ 5 നിലയിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, അതാണ് ഫസ്റ്റ് ഫേസിന്റെ ഏരിയയിൽ വരുന്നത്. അവർക്ക് ബേസ്മെന്റ് ഇല്ല ഫസ്റ്റ് ഫേസിന് വരുമ്പോൾ. പിന്നെയുള്ള അമ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലബ് ഹൗസിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു 25 മീറ്റർ വിഡ്ത്തിന്റെ ലോങ് ആയിട്ടുള്ള ലാബ് പൂൾസ് വരും. ലാബ് പൂൾസും പിന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കിഡ്സ് പൂളും ഉണ്ട് അതിനടുത്ത് തന്നെ. പിന്നെ ഈ 1.5 ഏക്കേഴ്സിന്റെ ഫോറസ്റ്റിലാണ് നമ്മൾ ബാക്കിയുള്ള അമ്യൂണിറ്റീസ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് വരും. അതായത് കിഡ്സിന്റെ പ്ലേ ഏരിയ വരും, നമുക്ക് ഓപ്പൺ ജിം ഉണ്ടാവും, പിന്നെ ആംഫി തിയേറ്റർ ഉണ്ടാവും, പിന്നെ നമുക്ക് ഒരുപാട് പിക്നിക് സ്പോട്ട്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് തന്നെ. നടക്കാനുള്ള ഒരുപാട് ഏരിയ, ഓപ്പൺ ഏരിയ നന്നായിട്ട്. അതെ, 67% നമ്മൾ ഓപ്പൺ ഏരിയയിലാണ്. ശരി. ഓക്കെ, ഇനി പ്രൈസിലേക്ക് വരുമ്പം എന്താണ് ആക്ച്വൽ പ്രൈസിങ്? സാർ, ഇപ്പോൾ ഒരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രം മാനേജ്മെന്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എ കാറ്റഗറി ബിൽഡേഴ്സ് ഈ ഏരിയയിൽ സെല്ല് ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ വരുന്നത്. ഏറ്റവും നല്ല പ്രൈസിങ്ങിലായിരിക്കും നമ്മൾ ഇറക്കുന്നത്. അതിന് മേജർ റീസൺ നമ്മുടെ ഫസ്റ്റ് ഫേസിന്റെ സക്സസ് ആണ്. അപ്പോൾ ആ സെയിം സക്സസ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ള ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ നമ്മൾ നല്ലൊരു പ്രൈസിലായിരിക്കും. എന്നാൽ കൂടി ഞാൻ ജസ്റ്റ് ഒരു സാറിന് അപ്രോക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു 1 BHK നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 45 to 50 ലക്ഷത്തിനിടയിലാണ്. ഞാൻ പറയുന്നത് ഓൾ ഇൻക്ലൂസീവ് പ്രൈസ് ആയിരിക്കും പറയുന്നത്. 3 BHK ആണെന്നുണ്ടെങ്കിൽ ഒരു 1.3 to 1.7 CR ആ റേഞ്ചിലായിരിക്കും ഓൾ ഇൻക്ലൂസീവ് പ്രൈസസ് ഒക്കെ വരുന്നത്. 3 ബെഡിന്റെ സൈസ് എന്തായിരുന്നു സാർ? ഫസ്റ്റ് 3 BHK 1500 വരും അപ്രോക്സിമേറ്റ്ലി. അതിനൊരു 1.3 ആ റേഞ്ചിലായിരിക്കും പ്രൈസ് വരുന്നത്. 1900 സ്ക്വയർ ഫീറ്റിന്റെ 3.5 BHK വരുമ്പോൾ ഒരു 1.6 ആ റേഞ്ചിലായിരിക്കും വരുന്നത്. അതെ. സോ ബേസിക്കലി ഇതൊരു ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് കൂടുതലും തോന്നുന്നത് ഒരു ഇൻവെസ്റ്റർ എന്നാൽ ഇവൻച്വലി അതൊരു എൻഡ് യൂസിലേക്ക് പോകുന്നുണ്ട്. 100% സാർ. ഇവിടെ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടാൻ പോകുന്ന ഒരു ഏരിയ ആയിരിക്കും ബാംഗ്ലൂരിനെ സംബന്ധിച്ച് തന്നെ. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഡെവലപ്മെന്റ്സ് എല്ലാം പ്രീ പ്ലാൻ ചെയ്യുന്നത്. അവിടെ നേരത്തെ നമുക്കിപ്പോൾ വൈറ്റ് ഫീൽഡിലോ അതോ ഇലക്ട്രോണിക് സിറ്റിയിലൊക്കെ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇതിന്റെ ബാക്കിയുള്ള ഇൻഫ്രാ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് ആലോചിച്ചത്. അതുകൊണ്ടാണ് റോഡ്സിൽ കൺജഷൻ കാര്യങ്ങളെല്ലാം. ഇത് പ്ലാൻഡ് സിറ്റിയാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കെമ്പഗൌഡ എയർപോർട്ടൊക്കെ അവർ ഇനിയും ടെർമിനൽസ് ഒരുപാട് ആഡ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. 5 ടെർമിനൽസ് ആവുമെന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് ബാംഗ്ലൂരിനെ ഗ്രേറ്റർ ബാംഗ്ലൂർ ആക്കണം. ഇതായിരിക്കും ഫ്യൂച്ചറിൽ ബാംഗ്ലൂരിന്റെ മേജർ ഹബ്. ലോഞ്ച് എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ December 20 നമ്മൾ ലോഞ്ച് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ഡിലേ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോളിഡേയ്സിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. പിന്നെ ഇവിടെ സംക്രാന്തി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് Jan 20. അതെ, ഓക്കെ. സോ എന്താ പ്രോസസ് എങ്ങനെയാണ്? സാർ, ഇപ്പോൾ ആകെ പേ ചെയ്യേണ്ടത് 1 lakh വരുന്നുള്ളൂ. ആ 1 lakh തന്നതിന് ശേഷം സാറിന് ലോഞ്ചിലേക്ക് വരാനുള്ള ഒരു സ്ലോട്ട് സാർ ബ്ലോക്ക് ചെയ്യണം. ബേസിക്കലി സാർ 1 lakh പേ ചെയ്യുക, അതിൻ്റെ റെസിപ്റ്റ് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. സാറിൻ്റെ ആധാർ, സാറിൻ്റെ പാൻ, പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തിനാണ് കളക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇപ്പോൾ സാറ് വന്നതിന് ശേഷം പ്ലാൻ കണ്ടതിന് ശേഷമോ അല്ലെങ്കിൽ പ്രൈസ് റിവീൽ ആയതിനു ശേഷമോ സാർ ഹാപ്പി അല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 7 to 10 വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ റീഫണ്ട് ചെയ്യും. ഓക്കെ. സോ ബേസിക്കലി ഇപ്പോൾ പ്രൈസ് ക്യാപ്ചർ ചെയ്യുക, അതാണ് മെയിൻ. കറക്റ്റ് സാർ. ഇപ്പോൾ POA തരുമ്പോൾ സാർ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ബെസ്റ്റ് പ്രൈസിലേക്ക് സാറിന് ഒരു സ്ലോട്ട് ബ്ലോക്ക് ചെയ്യാണ്. കറക്റ്റ്. സോ ഒരു ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എനിക്കിതൊരു വളരെ ഐഡിയൽ ലൊക്കേഷനാണ്. ബിക്കോസ് ഇറ്റ്സ് അപ്കമിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ട്, പ്ലസ് ഗവൺമെന്റ് പ്ലാൻ സിറ്റിക്ക് ഉള്ളിൽ തന്നെയാണ്. സോ അങ്ങനെയുള്ളൊരു ബെസ്റ്റ് ലൊക്കേഷനിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ഡെഫിനറ്റ് ആയിട്ടും ഈ കാണിക്കുന്ന നമ്പറിൽ റീച്ച് ഔട്ട് ചെയ്യുക. കൂടുതൽ ഡിസ്കഷനും നമുക്ക് ബ്രോഷേഴ്സും ലേഔട്ട്സും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിന് ഫർദർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.